ഹായ് ഓൾ, നമുക്കിന്ന് ഉള്ളി കൊണ്ടുണ്ടാക്കാവുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ റെസിപ്പി കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അത് ചൂടായി കഴിഞ്ഞ ശേഷം ഒരു 1/2 ടീസ്പൂണ് കടുകിട്ടു. ഒരു 2 വറ്റൽമുളക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കുക. 2 വറ്റൽമുളക് മതിയായിരിക്കാം. അതിനുശേഷം നമുക്ക് സബോളയാണ്, ഒരു മീഡിയം സൈസ് ഒരു സബോള അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് സബോള ഇട്ട് കൊടുക്കുക. അപ്പോൾ സബോളയാണ് കൂടുതലായിട്ട് വേണ്ടത്. ഒരു വലിയൊരു സബോള മതിയാവും. അപ്പോൾ ആ സബോള ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 3-4 വെളുത്തുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞേക്കുന്ന ചതച്ചത്, ഒരു പച്ചമുളക് മതിയാവും. ഇതൊരു 4 പേർക്ക് 5 പേർക്ക് കഴിക്കാവുന്ന അത്രയുള്ള ഒരു ചട്നിയായിട്ട് റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 10-12 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുക. ഈ ചെറിയുള്ളി നല്ലതായിട്ട് ഈ ഒരു കറിക്ക് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് സ്വല്പം കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയൊന്ന് മിക്സാക്കി യോജിപ്പിക്കുക. അതിലേക്ക് ഒരു അരമുറി തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരമുറി തക്കാളി മതിയാക്കും. ഇതിപ്പോൾ ഒരു 4-5 പേർക്കുള്ള റെസിപ്പിയുടെ പറയുന്നുള്ളൂ. ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു തക്കാളി വരെ ഇടാം. ഇപ്പം 8 പേർക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു തക്കാളിയൊക്കെ ഇടാം. നമുക്കിപ്പോൾ ഒരു 5 പേരുടെ റെസിപ്പിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അരമുറി തക്കാളി ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിലേക്ക് ഇതുപോലെ നല്ലതായിട്ട് ഈ ഒരു ലെവലിൽ വഴന്ന് കിട്ടിയാൽ മതിയാവും. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും കൂടാണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത്രയും മസാലക്കൂട്ട് മതി. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ചിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ഒരു മുളകിൻ്റെയൊക്കെ ഇത് ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ലോ ഫ്ലെയിം വെച്ച് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഒരു നെല്ലിക്കയുടെ പകുതിയോളം മതി വാളൻപുളി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്കയുടെ പകുതിയോളം മതി. ഒരു നെല്ലിക്കയുടെ അത്രയും വലുപ്പം വേണ്ട. ഒരു പകുതിയോളം വാളൻപുളി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിനൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ അരമുറി തക്കാളി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അരമുറി ഈ ഒരു നെല്ലിക്കയുടെ പകുതിയോളം ഉള്ള വാളൻപുളി മതിയാവും. ഒത്തിരി പുളിയുടെ ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് 1 കപ്പ് അല്ലെ 1.25 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇത് മിക്സാക്കി ഇളക്കിയെടുക്കുക. ഗ്യാസ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പം നല്ലതായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത്രയും ലെവലിൽ നമുക്ക് തിളച്ച് കിട്ടിയാൽ മതി. എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ഈ ഒരു കറിയായിട്ടല്ല നമുക്ക് എടുക്കുന്നത്, ചട്നിയായിട്ടാണ്. ഇത് നമുക്ക് കുറുകി വരണം. എന്നാലേ നമുക്ക് ചപ്പാത്തി ആയാലും ദോശ ആയാലും ഒക്കെ മുക്കി നമുക്കിന്ന് കഴിക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉലുവപ്പൊടിയും കൂടി ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഉലുവപ്പൊടി 1 നുള്ള് ചേർത്താൽ മതിയാവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതുപോലെ കണ്ടോ, നമ്മുടെ ഈ ഒരു ഗ്രേവിയുടെ ഈ ഒരു തിക്നെസ് മതി. നല്ലതായിട്ട് കുറുകി കിട്ടും. ഇത് നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് തന്നെയാണ്. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെച്ചാലും ചൂടാക്കി വീണ്ടും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയും പുളിയും എല്ലാം ഒരു 5 പേർക്കുള്ള ഒരു റെസിപ്പിക്ക് ഇത്രയും മാത്രം മതിയാവും. ഇത് കൂടുതൽ നമുക്ക് പുളിയും കാര്യങ്ങളും തക്കാളിയും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് മുളക് പൊടി ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഒത്തിരി മുളക് പൊടി എരിവ് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു കറിയുടെ ടേസ്റ്റ് കറക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ മുളകിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും
കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെക്കുക. അത് വെച്ചതിന് ശേഷം നമ്മുടെ തേണ്ട നല്ലൊരു ഉള്ളി ചട്നി ഇവിടെ റെഡിയായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ഉറപ്പായിട്ടും സബോളയും ചെറിയുള്ളി ഇടാനായിട്ട് മറക്കല്ലേ, എന്നാലേ ഇത് ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ കമൻ്റായിട്ട് എഴുതി അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക് യു. അപ്പോൾ ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പം താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.